ആയിക്കോട്ടെ. എന്തായാലും മുജാഹിദ് പ്രസ്ഥാന പ്രവർത്തനം അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. അത് മതി. പ്രവർത്തനം പറഞ്ഞില്ല. നിങ്ങളെ കേസിൽ നിങ്ങളെ യോഗത്തിൽ പങ്കെടുത്ത ആളെന്ന് പറഞ്ഞു. നമ്മള് നിങ്ങൾ ഈ പറയുന്ന സുന്നികളെല്ലാ ആളുകളോടും കാസറ്റ് കൊടുക്കലും ദഅവത്ത് നടത്തലും തന്നെയാണ് ഞങ്ങൾ പണി. യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെ ആളുകളെ ഉള്ളൂ. ഞങ്ങളെ ആളുകൾ പങ്കെടുക്കില്ല. SSFകാര് മുജാഹിദിന്റെ യോഗത്തിൽ പങ്കെടുക്കാറില്ല. അത് പച്ചക്കളവാണ്. സത്യമാണ്. പച്ച സത്യമാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ എന്റെ ഭാഗം പറയാണ്. അത് പറഞ്ഞോളി. എന്നുള്ള സൂറത്ത് ഫാത്തിർ 14-ാമത്തെ ആയത്താണ് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തത്. അതിന് നിങ്ങളുടെ വക പറഞ്ഞാൽ പോരാ എന്ന് ഈ മൗലവിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയുമ്പോ ഈ ഹൂം എന്ന് പറഞ്ഞാല് അവിടെ നിങ്ങൾ പറയുന്നത് അത് ബിംബങ്ങളെ സംബന്ധിച്ചല്ല. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കേസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ പറയുന്നുണ്ടല്ലോ അസ്നാമും ജിന്നും മിൻസും പെടും എന്ന് പറഞ്ഞാൽ മഹാന്മാരും അമ്പിയാക്കളും മിൻസ് പെടൂലേ? അപ്പൊ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ കേൾക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാധിച്ചാൽ മാത്രമേ കേൾക്കൂ, അല്ലാത്തവർക്ക് കേൾക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും തന്നെ ആ ചോദ്യം വരട്ടെ. കുർത്തുബിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ള കിതാബ്. ഞാൻ അത് വായിച്ചിട്ടില്ല ഇതുവരെയും. ഈ ജാതി അബദ്ധം മുജാഹിദ് പറയുന്ന എനിക്കറിയാം. അതുകൊണ്ട് കൊടുത്താ ഞാനിത് ഞാൻ വായിക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്ത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് കുർത്തുബി കണ്ടിട്ടാണ്. മുജാഹിദ് കണ്ടിട്ടില്ല. എനിക്കറിയാം. ഓല അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ഞാൻ ശരിക്കും പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്നെയാണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണ്. മറക്കണ്ട. ഏതോ ആവട്ടെ, ഞാൻ പറയാം. ഇതിന്റെ 14-ാമത്തെ വാല്യം 215-ാമത്തെ പേജ്. അതല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിൽക്കണം. ഞാനിത് കൊണ്ടു നടക്കേണ്ട എല്ലായിടത്തും കൊണ്ടു നടക്കും. കാരണം മുജാഹിദുകൾക്ക് ആകെയുള്ള ഒരു തുരുപ്പ് ഷീറ്റ് അത്. ഇത് വലിയ കാര്യം എന്ന സാധുക്കൾ കരുതി. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് ആ സാധുക്കൾ ചിന്തിക്കാറില്ല. ഞാൻ വായിക്കാം. ഇതാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു, എന്നിങ്ങനെ പറഞ്ഞു. നിങ്ങൾ വിളിച്ചു തേടുന്ന ആ ദൈവങ്ങളുണ്ടല്ലോ, അത് ജീവനില്ലാത്തതാണ്, അത് കാഴ്ചയില്ല, കേൾക്കുകയുമില്ല. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വായിച്ച ഭാഗത്ത് ശരിക്കും ശ്രദ്ധിച്ചോളി. പിന്നെ അനുവദനീയമാണ് ഇതിന്റെ ഈ ലമീർ അവർ എന്ന് പറഞ്ഞ ലമീർ മടങ്ങൽ അനുവദനീയമാണ്. ആരിലേക്ക്? ഇലൽ മഅബൂദീന. കണ്ടോ? ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. അത് മുജാഹിദ് വായിച്ചിട്ടില്ല. ഇവിടെ മൂപ്പർ ഇപ്പോഴും വായിച്ചിട്ടില്ല. മൂപ്പർ അതിന് ശേഷമുള്ളതാ വായിച്ചത്. ഞങ്ങളിത് ഒന്നാകെ പഠിച്ചിട്ടില്ലേ സഹോദര നടക്കുന്നത്. ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. മിമ്മാ യഅഖിലു, ഏതുപോലെ? കൽ മലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്തീനി. അപ്പൊ ദൈവങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളെ കുറിച്ച് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അല്ലാഹുവിന്റെ പുത്രിമാരാകുന്നു, പെൺകുട്ടികളാകുന്നു എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെയോ വൽ ജിന്നി, അത് മുജാഹിദിനെ കുറിച്ച് തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ജിന്നുകളോട് വിളിച്ചു തേടിയാൽ കേൾക്കൂല. മുജാഹിദ് എന്ന് പറഞ്ഞ എന്താ? നമുക്ക് ഓരോ വിഭാഗത്തിനും ഒരു ജിന്നു വേണം. എന്റെ കയ്യിലുണ്ട്, അതിന്റെ വണ്ടിയിലുണ്ട്, അതിന്റെ CD ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്, CD മൗലവിമാരുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. എന്താ പറയുന്നത് അറിയോ? നമുക്ക് അദൃശ്യ മേഖലയിൽ പഴയ കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചിരുന്നത് അഭൗതിക മേഖലയിൽ അസാധാരണ മറഞ്ഞ വഴി, അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അത് മറഞ്ഞൊരു ശക്തിയുണ്ട്, നമ്മളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കാണ്, കാഫിറാന്ന മുജാഹിദ് പഴയ കാലത്ത് പഠിപ്പിച്ചത് അല്ലേ? എന്നിട്ട് മുജാഹിദ് തഫ്സീറുൽ ഖുർത്തുബി വായിക്കും. എന്തൊക്കെ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ എന്ന് പറഞ്ഞിട്ട് പറയും. അംബിയാക്കളെ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക്, ജിന്ന് സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക്, അതുപോലെ മലക്കുകൾ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക്, ശൈത്താന്മാരെ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക് എന്ന് പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മുജാഹിദ് എവിടെ എത്തി? നമ്മളെ കൂടെ ഓരോ ജിന്നുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. ജിന്നുകൾ മറഞ്ഞ വഴിയോ തെളിഞ്ഞ വഴിയോ, ജിന്നുകൾ അഭൗതികമോ ഭൗതികമോ, ജിന്നുകൾ കാര്യകാരണ
മരണ ബന്ധങ്ങൾക്ക് അതീതമോ അധീരമോ ഇരിക്കട്ടെ. ആ ചോദ്യത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതിന് മറുപടി പറയാൻ ഞാൻ മടവൂർ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്. ഏതോ ആവട്ടെ സഹോദരന്മാരെ, ജിന്നെന്ന് പറയുന്ന മറഞ്ഞ വഴിയിലുള്ള അഭൗതിക വഴിയിലുള്ള ഒരു ശക്തിയെ വിളിച്ച് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് ഇതാ മുജാഹിദ് പറഞ്ഞിരുന്നത്. അതിനാ മുജാഹിദ് തെളിവ് ഉദ്ധരിച്ചിരുന്നത്. ഏതോ ആവട്ടെ, ഇങ്ങനെ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മലക്കുകൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ജിന്നുകൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്പിയാക്കൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പിശാചുക്കൾ ഇവരെ ഒന്നും വിളിച്ചാ കേൾക്കൂല. നോക്കൂ നിങ്ങൾ. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ദൈവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവരുണ്ടോ? ജീവൻ ഉള്ളതും പെട്ടു, ഇല്ലാത്തതും പെട്ടു. അവരെ വിളിച്ചാ കേൾക്കൂല. ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ പുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ, അല്ലാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ലോകത്തൊരൊറ്റ മുജാഹിദിനും തെളിയിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ തെളിയിക്കാൻ കഴിയാത്ത മൗലവിക്ക് കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പറയാം.